വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നും എൻ്റെ കയ്യിൽ മയക്ക് സംഭവങ്ങളില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഒച്ച കൂടിയിട്ട് എനിക്ക് സംസാരിക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടില്ല, അതുകൊണ്ടാണ് മൈക്ക് ഇല്ലാത്തത്. ട്രിപ്പ് പോയിട്ടും സെയിം റൂമാണല്ലോ ഫസ്മീനെ കാണുന്നത്. ഇനി നീ ട്രിപ്പ് പോകുമ്പോഴും റൂം എടുത്തോണ്ടാണോ പോകുന്നത്? നീ എല്ലാ വീഡിയോയിലും കാണുന്നത് എനിക്ക് സെയിം റൂമാണ്. ഇനി നീ സെയിം സ്ഥലത്ത് തന്നെയാണോ ടൂർ പോകുന്നത്, അല്ല ടൂർ പോകുമ്പം നീ ആ റൂമും എടുത്തോണ്ടാണോ പോകുന്നത് കൈ പിടിച്ചോണ്ട്? എന്തേലും ആവട്ടെ, ബാക്കി പറ. അതുകൊണ്ടാണ് ഈ വീഡിയോ ട്രിപ്പിൻ്റെ ഇടയിലും ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ബർത്ത്ഡേ ആണ് ഈ മാസം ഏപ്രിൽ 27-ന്. അപ്പോൾ അതിന് മുന്നേ എനിക്ക് സംഭവം തീർക്കണം എന്നുണ്ട്. സമാപ്തിയായിട്ട് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് എനിക്ക് ശാന്തിയിലോട്ട് പോകണം, ശാന്തിയുടെ പാതയിലോട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട്. സന്യാസിക്കാൻ പോവാണോ? നല്ല കാര്യം. പക്ഷെ നിനക്കൊക്കെ സന്യാസമൊക്കെ സെറ്റാവോ? 27-ാം തീയതിക്ക് മുമ്പെല്ലാം തീർക്കണമല്ലേ? തീർക്കാം. ഡയറിയുടെ എക്സ്പ്ലനേഷനൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിൽക്കുമായിരിക്കും. ഈ ഡയറിക്ക് എന്തേലും പിന്നാ ന്യായീകരണവും പറഞ്ഞു പോകാനാണെങ്കിൽ 27-ന് മുമ്പ് തീർന്നത് തന്നെ. ആയിട്ട് എന്നെ പറ്റി ഒരു ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് ഷിബിലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മുൻ രംഗത്തോട്ട്. ക്രിയേറ്റ് ചെയ്തതാണോ? അല്ലാണ്ട് നീ ചാറ്റ് ചെയ്തതല്ല അല്ലേ? അപ്പോൾ കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്തതല്ലേ. അപ്പം അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷനൊന്നും തരണ്ട. ക്രിയേറ്റ് ചെയ്തതിന് എക്സ്പ്ലനേഷനൊക്കെ എന്തിനാ? നിൻ്റെതാണെങ്കിൽ നിനക്ക് പിന്നെ കുറേ എക്സ്പ്ലനേഷനും അതിനെ ന്യായീകരിക്കാനും വെളുപ്പിക്കാനൊക്കെ കാണും. ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അതിൻ്റെ വഴിക്ക് വിട്ടാൽ പോരെ, എന്തിനോ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്. ഷർമ്മയുടെ അവിഹിതം എന്നൊക്കെ പറഞ്ഞിട്ട് ചാറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ക്രിയേറ്റഡ് ചാറ്റാണ് ഞാൻ ഈ വീഡിയോയിൽ തെളിയിക്കാൻ പോണ്. അപ്പോൾ ഏപ്രിൽ 1-ാം തീയതിയാണ് നീ വെരി റീസെൻ്റ് ആയിട്ട് ഇറങ്ങി എന്ന് പറയുന്ന ചാറ്റ് ഈ ലല്ലു കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ, അതായത് ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ കാണിക്കുന്നത്, അല്ലാണ്ട് വെരി റീസെൻ്റ് അല്ല. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാൻ പോകുന്ന ചോദ്യം, എന്തുകൊണ്ട് ഡയറിയുടെ വീഡിയോ, എന്തുകൊണ്ട് ഇവള് ഡയറിയുടെ വീഡിയോ ഇടാൻ ഇത്രയും താമസിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരുമായിരിക്കും. സോ ഡയറിയുടെ വീഡിയോ എന്തുകൊണ്ടാണ് ഞാൻ ഡിലേ ആയതെന്നും, അത് മാത്രമല്ല ഡയറിയുടെ വീഡിയോ ഇടാൻ ഞാൻ വെയിറ്റ് ചെയ്ത് എന്തിനാണെന്നും ഞാൻ അടുത്ത വീഡിയോയിൽ ക്ലാരിഫൈ ആയിരുന്നായിരിക്കും. ടു ബി ഓണസ്റ്റ്, ഞാൻ ഡയറിയുടെ വീഡിയോ ലാസ്റ്റ് ഇടാൻ വെച്ചിരുന്നതാണ്. ലൈക്ക് ഇന്റർവ്യൂ റിയാക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തോട്ട് മാറ്റിച്ച സംഭവമാണ്. പക്ഷെ ഇത് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായതാണല്ലോ. ഈ സാധനം ലാസ്റ്റ് കൊണ്ടുപോയിടും, എന്നിട്ട് ആറ്റ മുങ്ങൽ ഇവളങ്ങ് മുങ്ങും. ബാക്കിയുള്ള ആൾക്കാരെ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണ്ട, മറുപടി കൊടുക്കണ്ട. ആ സാധനം കൊണ്ട് ലാസ്റ്റ് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മുങ്ങലായിരിക്കും, പിന്നെ പൊങ്ങത്തില്ല. കാരണം ആ ഡയറി പറഞ്ഞിരിക്കുന്നതൊക്കെ സത്യമാണ്. അത് ലാസ്റ്റ് വീഡിയോയിൽ ശരി ഞാൻ ഇതൊക്കെ ചെയ്തു, നിങ്ങൾക്ക് എന്തോ വേണം, ഇതെൻ്റെ പേഴ്സണൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നല്ലോ. മറ്റൊരാൾ അവീതം പൊക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു, ഏതോ ഒരുത്തൻ്റെ അവീതം പൊക്കാൻ, ഏതോ ഒരുത്തനല്ല, മുമ്പത്തെ എക്സ് ഹസ്ബൻഡ്, അവൻ്റെ അവിഹിതം പൊക്കാനും അവൻ്റെ വീഡിയോ എടുത്തിട്ട് പബ്ലിക്കിലിടാനും ഭയങ്കര ഉന്മാദവും ആവേശമൊക്കെ ആയിരുന്നു. സ്വന്തം കാര്യം വന്നപ്പോൾ ഞഞ്ഞാ പിഞ്ഞാന്ന് പറഞ്ഞങ്ങ് നടക്കുക ഫസ്മീന താത്ത. കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്രെഡിബിലിറ്റി ഇല്ല. സോ ഞാൻ എൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ പോവാണ്. അപ്പോഴും ഇവനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കണ്ടാൽ മതി. എൻ്റെ എന്തോ ആരെ സപ്പോർട്ട് ചെയ്തു? പിന്നെ ക്രെഡിബിലിറ്റിയുടെ കാര്യം, നീ ആരൊക്കെയോ കൊണ്ടിട്ട സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നീ എവിടെന്നെങ്കിലൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട അവൻ്റെ കുളിസിതത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇട്ടുമ്പം അതിന് ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നോ? സ്വന്തം കാര്യം വന്നപ്പം, സ്വന്തം ചാറ്റ് പുറത്ത് വന്നപ്പോൾ, സ്വന്തം ഡയറി പുറത്ത് വന്നപ്പോൾ ക്രെഡിബിലിറ്റി ഇല്ല. കണ്ടവൻ്റെ ചാറ്റൊക്കെ കൊടുത്തിട്ട് കൊണ്ട് അവൾക്കിടാം, ആ സമയത്ത് എല്ലാത്തിനും ക്രെഡിബിലിറ്റി ഉണ്ട്. നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അവനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ നിൻ്റെ ഡയറി പുറത്ത് വന്ന സമയത്ത് നിന്നോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിനക്ക് ഉത്തരവില്ല. പകരം അവരെ കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുക കുറേ നേരമായിട്ട്. കുറേ കാലമായില്ലോ ആ ഡയറിയുടെ എക്സ്പ്ലനേഷൻ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് നീ നടക്കുന്നത്. അവൻ ഉടായിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവളുടെ ഡയറി വന്ന് ഇവൾ ഉടായിപ്പാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. കൊള്ളാം. പറയുന്നതിന് മുന്നേ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്തതോട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ സൈഡ് ഞാൻ ക്ലിയർ ചെയ്യുമ്പോഴത്തേക്കും അവനെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് കണ്ടാൽ മതി. ആൻഡ് ഓൾസോ ഐ എം എ വെരി കാം പേഴ്സൺ. ഇപ്പം അത് കണ്ടായിരുന്നോ മറ്റേ ഷഫീന ബീബി ഇവളുടെ ഒരു ചാറ്റ് എങ്ങാണ്ട് ഏതോ ഒരു സമയത്ത് പുറത്ത് വിട്ടായിരുന്നു. ഇവള് പ്രൈവറ്റ് റൂമിൽ എങ്ങാണ്ട്, അതായത് അവരുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ എവിടെയോ കൊണ്ട് മെസ്സേജ് അയച്ചത് ഇവള് മറുപടി കൊടുത്തതാ. നല്ല പാരത്തെറി. കണ്ടായിരുന്നു കാം പേഴ്സണൽ ആ ഒരു ചാറ്റിലൂടെ മനസ്സിലായിരുന്നു.
ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് സ്വന്തം കൊച്ചിന്റെ തന്ത അവനല്ലാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അപ്പൊ പ്രതികരിക്കാത്ത ആളാണ്. എന്നോട് എല്ലാവരും ചോദിക്കും ഇത്രയും നിന്നെ പറ്റി വേണ്ടിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല എന്ന്. സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളവർ അവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് പ്രതികരിക്കും. ഇത് ആ സാധനമൊന്നും ഇല്ലാത്ത ആൾക്കാർ പിന്നെ പ്രതികരിക്കാനൊന്നും പോകത്തില്ല. അക്കുറത്തെ പെട്ടതാണ് നീ, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വെരി കാം പേഴ്സൺ. നിന്റെ ആ ചാറ്റ് കണ്ടിട്ട് നീ ഏതോ കൊടുങ്ങളൂർ ഭാഗത്തെങ്ങാണ്ടാണ് നിന്റെ വീട് എന്ന് വരെ സംശയം തോന്നിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ട് സ്വയം വന്നിട്ട് ഐ ആം എ കാം പേഴ്സൺ മാങ്ങാത്തൊലി ക്ലിയർ ചെയ്ത് മെല്ലെ ഞാൻ വീഡിയോ ഇട്ട് പോകത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തോടെ റിയാക്ട് ചെയ്യുന്ന ആളല്ല ഞാൻ. ലല്ലുവിന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. സ്വന്തം കാര്യം വന്നപ്പോൾ അങ്ങനെ അല്ലാന്ന് മാത്രം. ഡയറിനേക്കാളും അരോക്ഷമായ ദേഷ്യം വന്ന കാര്യമാണ് സ്വന്തം കൊച്ചിന്റെ തന്ത അവനല്ലാന്ന് പോയി ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞിരുന്ന കാര്യം. അതുപോലെ ഞാൻ ഇത്രയും കാമായിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത്. സോ എനിക്ക് അതുകൊണ്ട് പ്രശ്നമില്ല. ഡയറിയുടെ കാര്യം ഞാൻ ക്ലിയർ ചെയ്യുമ്പം എൻ്റെ ഭാഗം 100% ആക്യുറേറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. സോ അതിൽ പെടാൻ പോകുന്ന വേറെ കുറെ ആൾക്കാരായിരിക്കും. വെളുപ്പിക്കാൻ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊച്ച് വെയിറ്റ് ചെയ്യുന്നതാ. സാരമില്ല, പോട്ടെ കൊച്ചെ, പതിയെ മതി. സ്ക്രിപ്റ്റൊക്കെ എഴുതി വെളുപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോഴേക്ക് സമയമെടുക്കും. കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ അടുത്ത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്. സാരമില്ല, പോട്ടെ. വീഡിയോയില് പ്രഗ്നൻസിയുടെ വീഡിയോയില് കുറെ പേര് നെഗറ്റീവ് കുറച്ച് പേര് നെഗറ്റീവ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ പേര് റിയാക്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. അപ്പൊ കാര്യം അറിയേണ്ടി റിയാക്ട് ചെയ്യുന്നവരോട് ഞാൻ ഈ റിപ്പോർട്ട് ഇവിടെ വെക്കുവാണ്. സ്വന്തം പ്രഗ്നൻസി എത്ര മാസമാണെന്ന് പോലും ഇവക്ക് അറിയത്തില്ലായിരുന്നു. അതാലോചിക്കണം. സായി ചേട്ടൻ എങ്ങാണ്ട് ഇവളുടെ പ്രഗ്നൻസി റിപ്പോർട്ട് ഇവക്ക് തന്നെ അയച്ചു കൊടുത്തിട്ട് 5 വീക്കല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് ഇവക്ക് പോലും അയ്യോ ഞാൻ 5 വീക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു എന്നറിയുന്നത്. ഇവളെയൊക്കെ എന്ത് വേണ്ട, ഞാൻ വല്ലതൊക്കെ പറഞ്ഞു പോവും. ഇതിൽ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ 5 വീക്സിന് പകരം ഞാൻ 3 വീക്സ് ആണ് പറഞ്ഞത്. അതിന്റെ സൈഡിൽ നിന്ന് ഒന്നും മിസ്റ്റേക്ക് ആണ്. സ്വന്തം കാര്യം പോലെ അറിയാത്തൊരപരാധി. ആ റിപ്പോർട്ട് ഓക്കെ. ഇതിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ 5 വീക്സ് ഫസ്മിന ഹുസൈൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്തേക്കുന്ന ഡേറ്റ് January 2 ആണ്. അപ്പൊ January 2 വെച്ച് നോക്കിയാൽ നവംബർ എൻഡ് വീക്കിലോട്ടായിരിക്കുമല്ലോ പോവാ. നവംബർ ലാസ്റ്റ് 4th വീക്കിലോട്ടാ പോവാ. അപ്പോഴും നമ്മൾ റിലേഷൻ തന്നെയാണ്. അപ്പൊ എങ്ങനെ നോക്കിയാലും കൊച്ചിന്റെ തന്ത നീയാണ്. ഇനിയിപ്പം ഓവുലേഷൻ ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നവംബർ എൻഡിലോട്ട് പോകത്തുള്ളൂ 5 വീക്സ്. അപ്പൊ നമ്മൾ തമ്മിൽ റിലേഷൻ ആണ്. അപ്പൊ കൊച്ചിന്റെ തന്ത നീ തന്നെയാണ്. അതിനിപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനിക്കേണ്ട കാര്യം. അതിലൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആരുമല്ല. കാരണം ആ ഡയറി പുറത്ത് വന്നതുകൊണ്ട് നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ എക്സ്പ്ലനേഷൻ കിട്ടിയിട്ട് നമുക്ക് വിശ്വസിക്കാം. ആ സമയത്ത് ഞാൻ ആ നാറി ഇങ്ങനെ പറഞ്ഞതിന് പേരിൽ ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്തതാണ്. നിനക്ക് എളുപ്പമുണ്ടോളോ എന്ന് ചോദിച്ചിട്ട് സ്വന്തം കൊച്ചിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ. പക്ഷേ ഈ ഡയറി പുറത്ത് വന്നതുകൊണ്ട് എനിക്ക് ഇതിലിപ്പം അഭിപ്രായങ്ങളില്ല. ധൈര്യമുണ്ടെങ്കിൽ നീ ആ ചാറ്റ് എൻ്റെ അക്കൗണ്ടിൽ ഒന്ന് പ്രൂവ് ചെയ്യുക. പിന്നെ എനിക്കതിൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഇത്രയും ഇന്റർവ്യൂസിൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് ലാസ്റ്റത്തെ ഇന്റർവ്യൂവിൽ കച്ചി തരും പോലെ വെച്ചേക്കുന്നതാണ്. ബിക്കോസ് ഒന്നും കിട്ടാത്തതുകൊണ്ടല്ല, നിനക്കെതിരെ വലിയൊരു സാധനമാണ് അവ കൊണ്ട് വെച്ചത്, നിന്റെ ഡയറി. അത് മറന്നുപോയോ അമ്മച്ചി? ഞാൻ ചാറ്റിന്റെ ഇതിലോട്ടാണ് പോകുന്നത്. ഞാൻ ആ ചാറ്റ് ഇവിടെ എന്തായാലും കൊടുക്കാം. ഓക്കെ, ചാറ്റ് നിങ്ങൾ കണ്ടോളൂ. ഡി ലല്ലു പോയോ, ഞാനിപ്പോ വരട്ടെ, അവനിപ്പോ നാട്ടിൽ പോകും. അവനിപ്പോ നാട്ടിൽ പോകുന്ന നീ ഇപ്പൊ ഇന്റർവ്യൂവിൽ വന്നിരുന്നു പറയുന്നത് നാട്ടിൽ പോയി വന്നു കഴിഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കിയപ്പോ ഇത് കണ്ട് ഓക്കെ അതിന് മുന്നേ ഞാൻ ചാറ്റ് ചെയ്ത പോലെ ആയിരിക്കുമല്ലോ. ഓക്കെ പോയിട്ട് വന്നാൽ മതി. എവിടെ? എന്റെ സ്വന്തം വീട്ടിലോട്ട് ഇങ്ങനെ ഒരാൾ വന്നെന്നാണോ നീ പറയുന്നത്? 8 o'clock ആകുമ്പോ പോകുമ്പോ നീ എവിടെ നിൽക്കുന്നേ? ആ ചാറ്റ് ഫേക്ക് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്കറിയേണ്ടത് ചാറ്റിൻ്റെ എക്സ്പ്ലനേഷൻ അല്ല, ഡയറിയുടെ എക്സ്പ്ലനേഷനാണ്. അത് തരാൻ പറ്റിയതിൽ അത് തരാതെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഈ ഡയറി വന്നിട്ട് തന്നെ ഇവൾ 3-4 വീഡിയോ ഇട്ടു, അതിലൊന്നും ഒരു കോപ്പുമില്ല. എന്നിട്ടും ചാറ്റ് എൻ്റേതല്ലാന്ന് തെളിയിക്കാൻ നടക്കുക. ഇപ്പോഴും ഈ വീഡിയോയിൽ പോലും ലല്ലുവിൻ്റെ കുളിച്ചത് അടിച്ച് പുറത്താക്കാൻ നോക്കുന്നതല്ലാണ്ട് സ്വന്തം കുളിച്ചതിനെ കുറിച്ചിട്ട് അവൾക്ക് ഒരു തേങ്ങാക്കൊലയും പറയാനില്ല. അതിനെക്കുറിച്ച് പറ. അല്ലാണ്ട് ലല്ലുവിൻ്റെ അവിഹിതവും മറ്റവൻ്റെ അവിഹിതവും കുളിസിതവും കോപ്പും ക്ലാപ്പും നിനക്കെതിരെ അനന്തചേട്ടൻ ചെയ്ത വീഡിയോനെ കുറിച്ചോ മെസ്സേജിനെ കുറിച്ചോ ഒന്നും അല്ല അറിയേണ്ടത്, ഇതിനെക്കുറിച്ചാണ് അറിയേണ്ടത്. അല്ലാണ്ട് ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോന്നും കൊണ്ട് കെട്ടി എഴുന്നള്ളി വരരുത് പ്ലീസ്. നിനക്കോ നാണോമാനവും ഇല്ല. സ്വന്തം ഗർഭം എത്ര മാസമായിരുന്നു പോലും നിനക്കറിയത്തില്ല. ആ നീയാണ് ഇനി ബാക്കിയുള്ളവൻ്റെ. ഞാൻ ഒന്നും പറയുന്നില്ല. ശരിയെന്നാ.